മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസി ബിനു, ഡ്രീംസ് ഗാർഡനിൽ നിന്നും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ബൊഗെയിൻവില്ല പ്ലാന്റ്സുകളുടെ ചെറിയ പ്ലാന്റ്സുകൾ മുതൽ വലിയ പ്ലാന്റ്സ് വരെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി വെറൈറ്റീസ് പ്ലാന്റ്സുകളെല്ലാം നമുക്ക് ചെറിയ കവർ സൈസ് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിരുന്നു കുറേ കൂടി വെറൈറ്റീസുകൾ കവർ സൈസ് പ്ലാന്റ്സുകൾ കൊണ്ടുവരാൻ. കാരണം എല്ലാവർക്കും വലിയ പ്ലാന്റ്സുകളൊക്കെ വാങ്ങിക്കാൻ കഴിഞ്ഞൊന്നിരിക്കില്ല. അപ്പോൾ കുഞ്ഞു പ്ലാന്റ്സുകളും 100 രൂപ താഴെയുള്ള പ്ലാന്റ്സുകളൊക്കെ കൊണ്ടുവരാനായിട്ട് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുഞ്ഞു പ്ലാന്റ്സുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഹൈബ്രിഡ് വെറൈറ്റീസും നോർമൽ വെറൈറ്റീസും ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഫ്ലവറിങ് പ്ലാന്റ്സുകൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഹാങ് ചെയ്യുന്ന വെറൈറ്റീസുകളെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ കഴിഞ്ഞ ആഴ്ച വന്ന പ്ലാന്റ്സ് നമുക്ക് കൊടുക്കാനായിട്ട് തികഞ്ഞിരുന്നില്ല. അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകൾ ഈ ആഴ്ചത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പ്ലാന്റ്സുകൾ നമുക്ക് ഹാങ് ചെയ്യുന്ന വെറൈറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള പ്ലാന്റ്സുകളെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കാണാം. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സുകൾ ഇപ്പോഴും പോളി ഹൗസിൻ്റെ അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പോളി ഹൗസിൻ്റെ അകത്തിരുന്നുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റ്സുകളുടെ ഫ്ലവർ പൊഴിഞ്ഞു കേട്ടോ. ബൊഗെയിൻവില്ല പ്ലാന്റ്സ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പോളിഷീറ്റും അതിന് താഴെ ഗ്രീൻ നെറ്റും കൂടി കൂടിയിട്ട് നമ്മുടെ അഗ്ലോണിമയ്ക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പോളി ഹൗസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന പ്ലാന്റ്സുകളുടെ എല്ലാ ഫ്ലവറുകളും പൊഴിഞ്ഞു പോകുന്ന സീൻ തന്നെയാണ് കേട്ടോ കാണുന്നത്. ബൊഗെയിൻവില്ല പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ് വേണ്ടത്. നമുക്കിപ്പോൾ വെയിലത്ത് വെക്കാനുള്ള സൗകര്യക്കുറവ് കൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോയിലും പറഞ്ഞിരുന്നു നമ്മുടെ വീടിൻ്റെ മുറ്റം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുറ്റത്ത് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ മുറ്റത്ത് വർക്ക് നടക്കുന്നതിനാൽ നമുക്ക് പ്ലാന്റ്സുകളൊന്നും പുറത്തേക്ക് വെക്കാനുള്ള നിർവാഹമില്ല. ഇപ്പം തൽക്കാലം ഈ ഒരാഴ്ച കൂടി ഇങ്ങനെ തന്നെയാണ് പ്ലാന്റ്സുകൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്ലവറുകളെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഐഡിയയും കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് വന്ന് ബൊഗെയിൻവില്ല പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു കാര്യം കൂടി, എന്ന് വന്നാൽ നിങ്ങൾ കോൾ ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ. കാരണം എല്ലാ ദിവസവും നമ്മളിവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കോൾ ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ എടുക്കാനായിട്ട് വരിക. പ്ലാന്റ്സുകൾ നമുക്ക് DTDC കൊറിയർ, സ്പീഡ് പോസ്റ്റ് കൊറിയർ, അതുപോലെ തന്നെ നമുക്ക് പെറ്റ് സർവീസിൻ്റെ വണ്ടികളും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആയിട്ട് നമ്മളൊരു ന്യൂ ഇയർ സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്ത് പ്ലാന്റ്സാണ് നമ്മളിന്ന് ന്യൂ ഇയർ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത്? നമുക്കിന്ന് ഹവായി വയലറ്റിൻ്റെ ഇതാണ് ഹവായി വയലറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ്. നല്ല അടിപൊളി ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഹവായി വയലറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹവായി വയലറ്റിൻ്റെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നമ്മളിന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം. അപ്പോൾ കമൻറ്റുകളിൽ നിന്നും ലക്കി ഡ്രോ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്ന ആളാണ് വിന്നറായിട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യുന്നത് ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി വിന്നർ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. അതുപോലെ തന്നെ ഡ്രീം ഗാർഡന് നല്ല അടിപൊളി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നമ്മുടെ അടുത്ത് വരുന്ന പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ബൊഗെയിൻവില്ല മാത്രമല്ല, നമ്മുടെ അടുത്ത് ഒരുപാട് പ്ലാന്റ്സുകൾ വരുന്നുണ്ട്. അഗ്ലോണിമ, കലാത്തിയ പ്ലാന്റ്സുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. നമ്മളൊരു ബൊഗെയിൻവില്ല പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്ന ആളല്ല കേട്ടോ. നമ്മളൊരു സീസണിലായതുകൊണ്ട് മാത്രം ബൊഗെയിൻവില്ല പ്ലാന്റ്സ് എടുത്ത് സെയിൽ ചെയ്യുന്നതാണ്. നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അഗ്ലോണിമ, കലാത്തിയ ചെടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്ലാന്റ്സുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. കൂടുതലൊന്നും പറയാനില്ല. ഇന്നത്തെ വീഡിയോ കുറച്ച് ദീർഘമുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. കാരണം എല്ലാ വെറൈറ്റി പ്ലാന്റ്സുകളും കാണിച്ച് വരുമ്പോൾ പിന്നെ അതിൻ്റെ സൈസും അതുപോലെ തന്നെ അതിൻ്റെ മദർ പ്ലാന്റ് പിക്കൊക്കെ കാണിക്കുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. അപ്പോൾ എല്ലാവർക്കും കുറച്ച് സമയത്ത് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റാണ്. കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. വീഡിയോയുടെ ആദ്യത്തെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ വെറൈറ്റിയാണ്. ഹൈബ്രിഡ് വെറൈറ്റി അല്ല, പ്രത്യേകം പറയുകയാണ് നോർമൽ വെറൈറ്റിയാണ്. നോർമൽ വെറൈറ്റി വരുന്ന വൈറ്റ്, അതുപോലെ തന്നെ ഇതൊരു റെഡാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ കാണിച്ചിരുന്ന വീഡിയോ ഒന്നും കൂടി ഇതിനകത്തേക്ക് കാണിക്കാം. അപ്പോൾ റെഡ്, ഈ രണ്ട് പ്ലാന്റ്സാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് റെഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് റെഡ് കളറല്ല. കളർ ഞാൻ കാണിച്ചു തരാം. ഒരു ചെങ്കലിൻ്റെ കളറാണ് കേട്ടോ. ഡാർക്ക് റെഡാണ്, ആദ്യം താരം തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ റെഡ് വെറൈറ്റീസും ഒരു വൈറ്റ് വെറൈറ്റീസുമാണ്. ഇത് നമ്മൾ 3 എണ്ണമായിട്ടുള്ള കോംബോയാണ് കൊടുക്കുന്നത് കേട്ടോ. 2 എണ്ണമായിട്ടുള്ള കോംബോയല്ല, 3 എണ്ണമായിട്ട്. അതായത് നിങ്ങൾക്ക് റെഡ് വേണമെങ്കിൽ 2 സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം.
അപ്പോൾ അങ്ങനെ 3 പ്ലാൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 പ്ലാൻസിൻ്റെ കോംബോ റേറ്റ് വരുന്നത് 240 240 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വലിയ വില കൊടുത്ത് പ്ലാൻസ് ഒന്നും വാങ്ങിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്നിരിക്കുന്ന പ്ലാൻസാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച വന്ന പ്ലാൻസുകൾ തികഞ്ഞിരുന്നില്ല. ഇതൊക്കെ ഫ്ലവറോടുകൂടി വന്ന പ്ലാൻസുകളാണ് കേട്ടോ. കംപ്ലീറ്റ് ഫ്ലവറുകൾ ഇവിടെ പൊഴിഞ്ഞെടുക്കുന്നത് കാണാം. റോസയൊക്കെ കൊണ്ടുവരുന്ന ഫ്ലവറുകളെല്ലാം പൊഴിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വെയിൽ തന്നെയാണ് ഇങ്ങനത്തെ പ്ലാന്റ്സുകൾക്ക് വേണ്ടത്. ഫ്ലവറിങ് പ്ലാന്റ്സുകളിനെല്ലാം വെയിലാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കളർ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സുകൾക്കെല്ലാം വെയിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ വെയിൽ കിട്ടിയില്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഫ്ലവറുകളെല്ലാം പൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ 3 പ്ലാന്റ്സുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്ന് റെഡ്, ഒന്ന് വൈറ്റ്. അപ്പോൾ ഇത് തമ്മിൽ മൂന്നെണ്ണമാണ് നമ്മൾ എടുക്കേണ്ടത്. കോംബോ റേറ്റ് വരുന്നത് 240. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ തിമയാണ്. തിമ പിങ്ക് ആണ് കേട്ടോ. നല്ല ഡാർക്ക് പിങ്ക് ആണ് കളർ വരുന്നത്. തിമ പിങ്ക് ആണ്. തിമ പിങ്കിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 130 130 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി തിമ പിങ്കിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇനി തിമ പിങ്കിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിച്ചത് ഫ്ലവർ പൊഴിഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് പോട്ടിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 250. അപ്പോൾ തിമ പിങ്കിൻ്റെ കളർ ഞാൻ റെഫറൻസ് പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ കളർ നിങ്ങൾ നോക്കുക. അതുപോലെ പ്ലാന്റ് സൈസും കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ വാങ്ങിക്കുക കേട്ടോ. ഒരു കാര്യം കൂടി പറയുവാണ്, പ്ലാന്റ്സുകൾ നമുക്ക് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ വഴി നമുക്ക് സർവീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ 8 ഇഞ്ച് പോട്ടിലുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കയറ്റി വിടാൻ പറ്റും. അതല്ലാതെ നമുക്ക് DTDC സ്പീഡ് പോസ്റ്റാണ് അവൈലബിൾ. സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഡിലേ ആണ്. 4-5 ദിവസം എത്തിയിട്ടൊക്കെയാണ് സ്പീഡ് പോസ്റ്റ് കിട്ടുന്നത്. സ്പീഡ് പോസ്റ്റിലേക്ക് അയക്കുന്ന പ്ലാന്റ്സുകൾ നമ്മൾ പോട്ടിൽ നിന്ന് എടുത്ത് കവറിൽ കെട്ടിയായിരിക്കും അയക്കുക. അപ്പോൾ നമുക്ക് പെറ്റ് സർവീസ് വഴിയാണെങ്കിൽ നമുക്ക് ഏത് പോർട്ടിലാണ് വന്നിരിക്കുന്നത് ആ പോർട്ടുകൾ അങ്ങനെ തന്നെ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ അവൈലബിൾ ആണ്. 2 സർവീസ് നമുക്ക് അവൈലബിൾ ആണ് പെറ്റ് സർവീസിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ് സർവീസിൻ്റെ വണ്ടിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും തരാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ DTDCയിൽ വന്നിരിക്കുന്ന കൊറിയർ നിങ്ങൾ മാക്സിമം നേരത്തെ കളക്ട് ചെയ്യുക കേട്ടോ. ബൊഗെയിൻവില്ലയൊന്നും അധികം ദിവസമൊന്നും ബോക്സുകളിൽ ഇരിക്കില്ല. അതുകൊണ്ട് മാക്സിമം നേരത്തെ നമ്മളിവിടുന്ന് പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് സേഫായിട്ട് കിട്ടുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് കേട്ടോ. അപ്പോൾ അതായത് പ്ലാന്റ്സുകൾ അയക്കുമ്പോൾ നിങ്ങൾക്കത് ഫോളോ അപ്പ് ചെയ്യണം. നമ്മൾക്ക് പ്ലാന്റ്സുകൾ അയച്ച സ്ലിപ്പുകൾ ഇവിടെ നിന്ന് ഇടുമ്പോൾ ആ പ്ലാന്റ്സുകൾ എവിടെ എത്തി അല്ലെങ്കിൽ നിങ്ങളുടെ DTDC കൊറിയർ എത്തിയിട്ടുണ്ടോ എന്നുള്ള ഫോളോ അപ്പ് നിങ്ങൾ ചെയ്യണം. മാക്സിമം നേരത്തെ തന്നെ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള DTDC നമ്പർ മസ്റ്റായിട്ട് നിങ്ങൾ കളക്ട് ചെയ്ത് വയ്ക്കാം. നമ്മളിവിടുന്ന് പ്ലാൻസ് അയച്ച പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്കത് DTDC നിങ്ങളത് ഉച്ചയായിട്ട് അവർ വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വിളിച്ച് ചോദിക്കും ഞങ്ങളുടെ പ്ലാൻസ് അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ റെഫറൻസ് നമ്പർ നമ്മളൊരു ട്രാക്ക് ഐ ഡി ഷെയർ ചെയ്തിട്ടുണ്ടാവും. ആ ട്രാക്ക് ഐ ഡി ഒന്ന് പറഞ്ഞു കൊടുക്കാം. അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പിറ്റേ ദിവസം നമ്മളെ വിവരം അറിയിക്കേണ്ടതാണ്. എന്നാലാണ് നമുക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് കിട്ടിയോ എന്നുള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് ഫോളോ അപ്പ് നമുക്ക് പ്രാക്ടിക്കൽ അല്ല. കാരണം നല്ല തിരക്ക് തന്നെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സഹകരിക്കുക. സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കുക കേട്ടോ. ഒരു വെറൈറ്റി വരുന്നത് ഡോക്ടർ റാവു എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ഭയങ്കര ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ്. നല്ല ഡാർക്ക് റെഡ് തന്നെയാണ് ഡോക്ടർ റാവുവിൻ്റെ ഈ ഫ്ലവറിങ് പ്ലാന്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലവറിങ് സ്റ്റേജ് ആണ് കേട്ടോ. ഫ്ലവറോടുകൂടി വന്ന പ്ലാന്റ്സുകളാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫ്ലവറുകൾ പൊഴിഞ്ഞു പോയേക്കണാണ് ഇവിടുത്തെ കേട്ടോ. കംപ്ലീറ്റ് ഫ്ലവറോടുകൂടി വന്നിരിക്കുന്ന പ്ലാന്റ്സുകളായിരുന്നു. ഫ്ലവർ പൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ 8 ഇഞ്ച് പോട്ടിലുള്ള ഈ ഒരു ഡോക്ടർ റാവുവിൻ്റെ പിക്ക് നമുക്കിവിടെ വരുമ്പോൾ ഉള്ള പിക്കൊക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. റെഫറൻസ് പിക്ക് കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 250 250 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ബൊഗെയിൻവില്ല പ്ലാന്റ്സുകൾക്ക് പാക്കിങ്ങിന് മറ്റേ കൊറിയർ ചാർജ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. കാരണം മണ്ണിൽ വരുന്ന പ്ലാന്റ്സ് നമുക്ക് ഒരുപാട് മണ്ണ് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ അത്യാവശ്യം കൊറിയർ ചാർജ് തന്നെ വരും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും കൊറിയർ ചാർജ് വരുന്നതെന്ന് ആരും ചിന്തിക്കേണ്ട. മണ്ണ് ബൊഗെയിൻവില്ല പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുവട്ടിലെ മണ്ണ് അനക്കി കഴിഞ്ഞാൽ പ്ലാന്റ്സ് പിടിച്ചു കിട്ടൂല. അതുകൊണ്ട് ചുവട്ടിലെ മണ്ണ് അനങ്ങാതെ തന്നെയാണ് നമ്മളിവിടുന്ന് പാക്ക് ചെയ്യുന്നത്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ മണ്ണ് അനങ്ങാതെ തന്നെ എടുത്ത് നടേണ്ടതാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ചുവട്ടിലെ മണ്ണ് വേരിൻ്റെ ഭാഗത്ത് മണ്ണ് അനങ്ങി കഴിഞ്ഞാൽ ബൊഗെയിൻവില്ല പ്ലാന്റ്സ് വാടിപ്പോകും. പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇത് തന്നെ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ. ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ തന്നെ കുറഞ്ഞ വെറൈറ്റീസുകൾ എത്തിച്ചു തരുമോ എന്നതാ ഹൈബ്രിഡിൽ തന്നെയുള്ള കുറഞ്ഞൊരു വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഇതൊക്കെ കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് 180 180 രൂപയാണ് ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല പർപ്പിളൊരു കളറാണ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. തന്നെ അടുത്തൊരു വെറൈറ്റി വരുന്നതാണ് ഇത് കണ്ടോ. സൺറൈസ് വയലറ്റിൻ്റെ ഹാങ് ചെയ്യാവുന്ന കൂടി വെറൈറ്റിയാണ് കേട്ടോ. കുഞ്ഞു ഫ്ലവറാണ് ഇതിന് വരുന്നത്. വളരെ ചെറിയ ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇത് പുതിയ ഫ്ലവറുകൾ വന്നു തുടങ്ങുന്നതാണ് കേട്ടോ. ഇതാണ് കളർ ശരിക്കും വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് ഒന്ന് 190 190 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി ഈ 2 പ്ലാന്റ്സും എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ കോംബോ ഓഫർ വരുന്നത്
350 350 രൂപയാണ് ഈ 2 പ്ലാന്റും എടുക്കുന്നവർക്കുള്ള കോംബോ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ. 350. ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെ ചെറിയ വെറൈറ്റി ചെറിയ വിലയുടെ പ്ലാന്റ്സുകൾ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പ്ലാന്റ്സ് തികഞ്ഞിരുന്നില്ല. പലർക്കും കൊറിയറുകൾ പെൻഡിങ് ആക്കി ഇട്ടേക്കുവാണ് പ്ലാന്റ്സ് തികയാത്തതിന്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് അയക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഇന്നത്തെ ഓർഡറുകളൊക്കെ നമ്മൾ അടുത്ത ബുധനാഴ്ച മുതലായിരിക്കും ഡിസ്പാച്ച് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരാഴ്ച നമ്മൾ കൊറിയറുകൾ അയച്ചിട്ടില്ല. കാരണം ക്രിസ്മസിൻ്റെ വെക്കേഷൻ കാരണം കൊണ്ട് നമ്മൾ കൊറിയർ അയച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത തിങ്കളാഴ്ച മുതലാണ് കൊറിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി പെൻഡിങ് ഓർഡേഴ്സുകൾ കയറ്റിവിട്ടതിന് ശേഷം മാത്രമാണ് ഇന്ന് മുതലുള്ള പുതിയ ഓർഡേഴ്സുകൾ എടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇന്നത്തെ പ്ലാന്റ്സുകളൊക്കെ. അപ്പോൾ ഇനി അടുത്തത് വെറൈറ്റി വരുന്നത് ഹവായൻ വയലറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ് ഹവായൻ വയലറ്റ്. ലീഫ് ഇതുപോലെ തന്നെ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് കേട്ടോ. ഫ്ലവർ ഇല്ലെങ്കിൽ പോലും പ്ലാന്റ്സ് കാണാനായിട്ട് ഭംഗി തന്നെയാണ്. വയലറ്റ് കളർ ഇതൊരു ഇതാണ് ഫ്ലവർ വരുന്നത്. ഇത് ഹാങ് ചെയ്യാവുന്ന വെറൈറ്റിയാണ്. ഇത് ഒരുപാട് പൊക്കം വെച്ച് പോകുന്ന വെറൈറ്റി അല്ല. ശിഖരങ്ങൾ വന്ന് താഴത്തോട്ട് പോകുന്ന ഒരു വെറൈറ്റിയാണ്. ഹാങ് ചെയ്ത് ബുഷാക്കി നിർത്താവുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇന്നത്തെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 470. ഇന്നത്തെ പ്ലാന്റിൻ്റെ സ്പെഷ്യൽ റേറ്റാണ് വരുന്നത് 470. 470 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ. അതിന് ഒത്തിരി പേര് ആവശ്യപ്പെട്ട ചെടി കേട്ടോ. റൂബി റെഡ്, ചില്ലി റെഡിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ്സുകൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ചെറിയ പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിരുന്നു. പിന്നീട് നമുക്ക് ചെറിയ പ്ലാന്റ്സുകൾ കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് റൂബി റെഡിൻ്റെ പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിരുന്നു. റൂബി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത്. റൂട്ടും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂബി റെഡിൻ്റെ പ്ലാന്റ്സിൻ്റെ മദർ പ്ലാന്റ് പിക്ക് നമ്മുടെ അടുത്തുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്ലവർ തന്നെയാണ് കേട്ടോ റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഫ്ലവറാണ് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവറും കൂടിയാണ് കേട്ടോ. അപ്പോൾ റൂബി റെഡിൻ്റെ ഈ ഒരു ഇതാണ് നമ്മുടെ ഒരു മദർ പ്ലാന്റ് വരുന്നത്. അപ്പോൾ മദർ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് സെയിലായ പ്ലാന്റ് ആണ്. ഇനി ഇതാരും ചോദിക്കണ്ട. ഇനി റൂബി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് റേറ്റ് വന്ന് 190 190 രൂപ. ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് എവിടെ നിന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളുക. 190 ആണ് റേറ്റ് വരുന്നത്. ഇനി ഫ്ലവറിങ് സ്റ്റേജ് ആയിട്ടുള്ള പ്ലാന്റ്സ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. അതും കൂടി ഒന്ന് കാണാം. റൂബി റെഡിൻ്റെ ഫ്ലവറിങ് സ്റ്റേജ് ആയിട്ടുള്ള പ്ലാന്റ്സ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. 400 ആണ് നമ്മുടെ ഇന്നത്തെ ന്യൂ ഇയർ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ റൂബി റെഡിൻ്റെ പ്ലാന്റ്സിന് എല്ലാവർക്കും ചിലപ്പോൾ ചെറിയ പ്ലാന്റ്സുകൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചിലവർ വലിയ പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള പ്ലാന്റ്സാണ് 400 പ്ലാന്റ്സ് കേട്ടോ. റേറ്റ് ഒന്ന് ചില്ലി റെഡിൻ്റെ പ്ലാന്റ്സ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തതാണ് കേട്ടോ. ചില്ലി റെഡിൻ്റെ ചെറിയ പ്ലാന്റ്സുകൾ ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ട പ്ലാന്റ്സാണ് ചില്ലി റെഡ്. അപ്പോൾ ചില്ലി റെഡിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ചില്ലി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ചില്ലി റെഡിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 190 190 രൂപയാണ് നമ്മുടെ ഇന്നത്തെ ന്യൂ ഇയർ ഓഫർ വരുന്നത് കേട്ടോ. 190. ഇനിയിപ്പം ചില്ലി റെഡിൻ്റെ വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഫ്ലവറിങ് സ്റ്റേജ് ആയിട്ടുള്ള പ്ലാന്റ്, ഫ്ലവറിങ് സ്റ്റേജ് എന്ന് പറയാനില്ല, ഫ്ലവറുകൾ വന്ന പ്ലാന്റ്സ് കേട്ടോ. ഫ്ലവറുകൾ വന്ന് കൊഴിഞ്ഞു പോയേക്കുന്നതാണ്. ഫ്ലവറുകൾ വന്ന പ്ലാന്റ്സ് ആണത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ചില്ലി റെഡിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 450 450 രൂപയാണ്. ഈ പ്ലാന്റ്സ് നമുക്ക് വീട്ടിൽ നിന്ന് 2 ആഴ്ച വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ വരും കേട്ടോ. അതായത് ഫ്ലവറിങ് ഉണ്ടായിരുന്ന പ്ലാന്റ്സുകളാണ് ഫ്ലവർ പൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ ചില്ലി റെഡിൻ്റെ വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 450 450 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി വരുന്നത് ഫൈറോപ്പാൽ ഓറഞ്ച്. ഒരുപാട് പേര് ചോദിച്ചിരുന്ന പ്ലാന്റ്സ് ആണ്. ഫൈറോപ്പാൽ ഓറഞ്ചിൻ്റെ ചെറിയ പ്ലാന്റ്സുകളുണ്ടോന്ന് കേട്ടോ. ഫൈറോപ്പാൽ ഓറഞ്ചിൻ്റെ പ്ലാന്റ്സ് ആണ്. ഫൈറോപ്പാൽ ഓറഞ്ചിൻ്റെ കളർ എന്താണെന്ന് സൈഡിൽ റെഫറൻസ് പിക്ക് കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 190 രൂപ. 190 190 രൂപയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത്. പിന്നെ ഈ പ്ലാന്റ്സിന് നമുക്ക് റൂട്ടൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് റൂട്ടിൻ്റെ ഭാഗം നമ്മൾ പതുക്കെ ഒന്ന് അനക്കാതെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ നാര് പോലത്തെ റൂട്ടുകൾ വന്ന് തുടങ്ങിയേക്കുന്നതാണ് കാണുന്നത്. ഒരു കാരണവശാലും ഈ മണ്ണ് തട്ടി മാറ്റി റൂട്ടിൻ്റെ ഭാഗം നോക്കരുത് കേട്ടോ. നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ കവർ ഇതുപോലെ തന്നെ മാറ്റി ഈ ഒരു മണ്ണിൻ്റെ പോർഷൻ അനക്കാതെ തന്നെയാണ് നടേണ്ടത്. ഒരു കാരണവശാലും ഈ ഒരു മണ്ണ് ഇങ്ങനെ തുറന്ന് നോക്കാൻ നിൽക്കരുത് കേട്ടോ. വേരിൻ്റെ ഭാഗം അനങ്ങിക്കഴിഞ്ഞാൽ പ്ലാന്റ്സ് പിടിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു കട്ട മണ്ണാണ് അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ പോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ ശേഷം മാത്രം റീപോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കൊറിയറൊക്കെ വരുന്നതിൻ്റെ ചെറിയൊരു ഷെയ്ക്കും കാര്യങ്ങളൊക്കെ എല്ലാ പ്ലാന്റ്സുകൾക്കും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മാറാനായിട്ട് ഒരാഴ്ച നിങ്ങൾ കീപ്പ് ചെയ്യുക. അതിന് ശേഷം മാത്രം പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തൊരു വെറൈറ്റി വരെ നമുക്ക് ഇതുവരെയും വരാത്തൊരു വെറൈറ്റിയാണ് ബട്ടർഫ്ലൈ പിങ്കിൻ്റെ പ്ലാന്റ് കേട്ടോ. ബട്ടർഫ്ലൈ പിങ്കിൻ്റെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലീഫൊക്കെ നാരോ പോലെയാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഫ്ലവറും വളരെ തിന്നായിട്ടുള്ള ഫ്ലവേഴ്സാണ് ബട്ടർഫ്ലൈ പിങ്കിൽ വരുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈ പിങ്കിൻ്റെ പ്ലാന്റിൻ്റെ റെഫറൻസ് പിക്ക് സൈഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർഫ്ലൈ പിങ്കിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇന്നത്തെ റേറ്റ്
280 280 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയാണ് ബട്ടർഫ്ലൈ വൈറ്റ്. ഇതിൻ്റെ ലീഫിനൊരു പ്രത്യേകതയുണ്ട്, കുറച്ചും കൂടി വീതിയുള്ള ലീഫാണ് ബട്ടർഫ്ലൈ പിങ്കിനെ അപേക്ഷിച്ചിട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈ വൈറ്റ് ആണ്. അതിൻ്റെ ഫ്ലവർ ഇതുപോലെ തന്നെ തിന്നായിട്ടുള്ള ഫ്ലവറാണ്, നീളമുള്ള ഫ്ലവർ തന്നെയാണ്, നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈ പിറ്റിൻ്റെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 280 280 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി ബട്ടർഫ്ലൈയുടെ 2 പ്ലാന്റും വാങ്ങിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ കോംബോ ഓഫർ ഉണ്ട്. 2 പ്ലാന്റും വാങ്ങിക്കുന്നവർക്കുള്ള സ്പെഷ്യൽ ന്യൂ ഇയർ കോംബോ എന്ന് പറയുന്നത് 500 ആണ് കോംബോ ഓഫർ വരുന്നത് കേട്ടോ. റഫറൻസ് പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് സ്ലീപ്പിംഗ് ബ്യൂട്ടി. സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ്സ് ആണ് വരുന്നത്. സ്ലീപ്പിംഗ് ബ്യൂട്ടിൻ്റെ ഈ ഒരു സൈസിലുള്ള സ്ലീപ്പിംഗ് ബ്യൂട്ടി പ്ലാന്റ്സ് ആണ്. പ്ലാന്റ് സൈസ് കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 290 290 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ വലിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിന് അവൈലബിൾ അല്ല. ഇനിയിപ്പം സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് നാളത്തേക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്. ഫ്ലവർ ആവറായ പ്ലാന്റുകൾ സ്റ്റോക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അടുത്തൊരു വെറൈറ്റി വരുന്നത് ടാങ്ലോങ് പിങ്ക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ടാങ്ലോങ് പിങ്ക്. കവറിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. ഈ ഒരു പോട്ടിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ അതിന്റെ റെഫറൻസ് പിക്ക് കാണിക്കുന്നുണ്ട്, അതിന്റെ വീഡിയോസും സൈഡിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള ടാങ്ലോങ് പിങ്കിന് റേറ്റ് വരുന്നത് 680 680 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. 680 രൂപ. അടുത്ത വെറൈറ്റി വരുന്നത് ടാങ്ലോങ് റെഡ്. നമുക്ക് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത പ്ലാന്റ് ആണ് ടാങ്ലോങ് റെഡ്. അപ്പോൾ ടാങ്ലോങ് റെഡിന്റെ പ്ലാന്റ് നമുക്ക് കുറച്ചായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല റേറ്റ് 1000 രൂപ 1100 രൂപ ആദ്യം റേറ്റ് ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആണ്. നമ്മൾ സെയിൽ നമ്മുടെ എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പ് ഇത് വന്നിരുന്നു. ആ സമയത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 1000 1100 റേറ്റ് ആയിരുന്നു റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല പ്ലാന്റുകൾ തന്നെയായിരുന്നു വന്നിരുന്നത്. പിന്നീട് പ്ലാന്റ്സുകൾ തീർന്നു പോയി, പിന്നെ കിട്ടാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ നമുക്ക് ടാങ്ലോങ് റെഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, കവർ സൈസ് പ്ലാന്റ് ഇല്ല, ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് റേറ്റ് വരുന്നത് 680 രൂപയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവർ തന്നെയാണ് വരുന്നത്. 680 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. വെറൈറ്റി ഗോൾഡൻ സൺഷൈൻ ആണ്. ഗോൾഡൻ സൺഷൈൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഗോൾഡൻ സൺഷൈൻ വരുന്നത്. അപ്പോൾ ഇതാ ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ഈ ഒരു ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 550 550 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്കിതിൻ്റെ ചെറിയ പ്ലാന്റ്സ് നാൾ വന്നിരുന്നു, പക്ഷേ ചെറിയ പ്ലാന്റ്സ് തീർന്നു പോയി. ഇപ്പോൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആയത് 550യുടെ പ്ലാന്റ്സ് ആണ്. വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് കേട്ടോ ഉള്ളൂ ഗോൾഡൻ സൺഷൈനൊക്കെ. അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇതൊരു വെറൈറ്റി വന്ന് ചില്ലി യെല്ലോയുടെ പ്ലാന്റ്സ് ആണ്. ചില്ലി യെല്ലോയുടെ കവർ സൈസ് നമുക്ക് അവൈലബിൾ അല്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ചില്ലി യെല്ലോ അവൈലബിൾ ആയിട്ടുള്ളത്. ചില്ലി യെല്ലോയുടെ ഫ്ലവർ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി യെല്ലോയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 370 370 രൂപയാണ് ചില്ലി യെല്ലോയ്ക്ക് റേറ്റ് വരുന്നത് കേട്ടോ. 370. ഇപ്പോൾ ചില്ലി യെല്ലോയുടെ വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് ഫ്ലവറൊക്കെ വന്ന് പൊഴിഞ്ഞു പോയതാണ്. ഫ്ലവറിങ് പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് ചില്ലി യെല്ലോയുടെ വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. 450 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. 450. 2 പ്ലാന്റേ ഉള്ളൂ കേട്ടോ. 450 രൂപയുടെ പ്ലാന്റ് നമുക്ക് 2 എണ്ണമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു വെറൈറ്റി ഒന്ന് ചില്ലി ഓറഞ്ച്. ചില്ലി ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. കവർ സൈസ് പ്ലാന്റ്സ് ചില്ലി ഓറഞ്ച് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 370 370 രൂപയാണ് ഈ ഒരു സൈസിലുള്ള ചില്ലി ഓറഞ്ചിന് റേറ്റ് വരുന്നത്. ഇനി ചില്ലി ഓറഞ്ചിൻ്റെ വലിയ പ്ലാന്റ്സ്, അതായത് ഫ്ലവറിങ് പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് ചില്ലി ഓറഞ്ചിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 480 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ചില്ലി ഓറഞ്ചിൻ്റെ വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 480 രൂപ 480. അടുത്തൊരു വെറൈറ്റി വന്ന് ചില്ലി ഐസ്ക്രീം. ചില്ലി ഐസ്ക്രീമിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഇത്രയുള്ള പ്ലാന്റ്സുകളാണ് ചില്ലി ഐസ്ക്രീം വരുന്നത്. നിങ്ങൾക്ക് തോന്നാം എന്താണ് ചില്ലി ഐസ്ക്രീം. ഈ ചില്ലി വെറൈറ്റീസിനൊക്കെ തിന്നായിട്ടുള്ള കമ്പുകളായിരിക്കും കേട്ടോ. വളരെ തിന്നായിട്ടുള്ള കമ്പുകളായിരിക്കും കേട്ടോ. ഒട്ടും കട്ടിയില്ലാത്ത കമ്പുകളായിരിക്കും ചില്ലി ഐസ്ക്രീമിനൊക്കെ വരിക കേട്ടോ. അപ്പോൾ നമുക്കിത് കൂടി വന്നാൽ എത്ര എണ്ണം ഉണ്ട്? 9 പ്ലാന്റ് മാത്രമാണ് ചില്ലി ഐസ്ക്രീം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയത്തെ പ്ലാന്റ്സ് എല്ലാം ഫിനിഷ് ആയിട്ടോ. അപ്പോൾ ചില്ലി ഐസ്ക്രീമിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വന്ന് 480 480 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ കവർ സൈസ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ.
ചില പ്ലാന്റ്സുകളൊക്കെ 10 താഴെ മാത്രം ക്വാണ്ടിറ്റി വന്നിട്ടോ കവർ സൈസ് പ്ലാന്റുകൾ വളരെ 2, 3, 5 ഒക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. വീഡിയോയിൽ കാണിച്ചാൽ അത് കാണിക്കാൻ മാത്രമുള്ള നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. അടുത്തൊരു വെറൈറ്റി വന്ന് തിമ റെഡ് ആണ് കേട്ടോ. തിമയുടെ റെഡ് ഫ്ലവറാണ്. റെഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് റെഡ് ഫ്ലവർ അല്ല കേട്ടോ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ സൈഡിൽ പിക്ക് കാണിക്കുന്നുണ്ട്. ആ ഒരു റെഡ് വെറൈറ്റിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. തിമ റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വന്ന് 480 480 രൂപയാണ് തിമയ്ക്ക് റേറ്റ് വരുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കവറിലുള്ള പ്ലാന്റ് ആയിരുന്നു വന്നിരുന്നത്. ഈ തവണ നമുക്ക് പോട്ടിലുള്ള പ്ലാന്റ്സ് ആണ് എത്തിയിരിക്കുന്നത് കേട്ടോ. തിമ റെഡിൻ്റെ നമുക്ക് കവർ സൈസ് പ്ലാന്റ് അവൈലബിൾ അല്ല കേട്ടോ. തിമ റെഡ് എന്ന് പറഞ്ഞാൽ റെയർ വെറൈറ്റി ആണ്. അപ്പോൾ കവർ സൈസ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഫ്ലെയിം റെഡിൻ്റെ കവർ സൈസ് പ്ലാന്റ് ആണ്. ഫ്ലെയിം റെഡ് ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ. ഫ്ലെയിം റെഡ് റെഫറൻസ് പിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 300 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. 300. റേറ്റ് വരുന്നത് ഡോൾഫിൻ റെഡ്. ഡോൾഫിൻ റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ്. ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ലീഫുകൾ കാണാൻ വളരെയധികം ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഡോൾഫിൻ റെഡ് കേട്ടോ. അപ്പോൾ ഡോൾഫിൻ റെഡിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഒരു വെറൈറ്റി വരുന്നത് ചിത്ര സ്ട്രൈപ്പ് ആണ് കേട്ടോ. ചിത്ര സ്ട്രൈപ്പ് ഒരുപാട് പേര് വാങ്ങിച്ച പ്ലാന്റ്സ് ആണ്. നമുക്ക് എത്ര പ്ലാന്റ്സ് കൊണ്ടുവന്നാലും ചിത്ര സ്ട്രൈപ്പിൻ്റെ പ്ലാന്റ്സ് നമുക്ക് തികയൊന്നുമില്ല കേട്ടോ. നല്ല കട്ടിയുള്ള സ്റ്റെമ്മൊക്കെ തന്നെയാണ് ചിത്ര സ്ട്രൈപ്പ്. അപ്പോൾ ഈ ഒരു ചിത്ര സ്ട്രൈപ്പ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതൊരു വെറൈറ്റി വരുന്നത് ബീഗം സിക്കന്ദർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. ബീഗം സിക്കന്ദർ ഒരു റയർ ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ്. ബീഗം സിക്കന്ദറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 280 രൂപയാണ് ബീഗം സിക്കന്ദറിന് റേറ്റ് വരുന്നത് കേട്ടോ. ഇതൊരു വെറൈറ്റി വരുന്നത് അർജുനയുടെ പ്ലാന്റ് ആണ് കേട്ടോ. അർജുനയുടെ ഈ ഒരു സൈസിലുള്ള അർജുന പ്ലാന്റ്സ് ആണ് വരുന്നത്. അർജുനയുടെ ഫ്ലവർ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 420 രൂപയാണ് കേട്ടോ. 420 രൂപയാണ്. റയർ വെറൈറ്റീസ് ആണ്, അതുകൊണ്ടാണ് റേറ്റ് ഇത്രയും വന്നിരിക്കുന്നത് കേട്ടോ. ഒരു വെറൈറ്റി വരുന്നത് മൂൺലൈറ്റ് യെല്ലോ ആണ് കേട്ടോ. മൂൺലൈറ്റ് യെല്ലോയ്ക്ക് റേറ്റ് വരുന്നത് 370 ആണ്. മൂൺലൈറ്റ് യെല്ലോയ്ക്ക് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ. ഈ ഒരു കുഞ്ഞു പ്ലാന്റിൽ പോലും ഫ്ലവർ വന്നിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. മൂൺലൈറ്റ് യെല്ലോയുടെ ചെറിയ പ്ലാന്റുകളിൽ പോലും ഫ്ലവർ വന്നു തുടങ്ങുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ മൂൺലൈറ്റ് യെല്ലോയുടെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 370. ഇതും നല്ല അടിപൊളി ഒരു റയർ വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ്. റേറ്റ് വരുന്നത് പൂന വൈറ്റ് ആണ് കേട്ടോ. പൂന വൈറ്റ് ഫുൾ ഫ്ലവർ ആകുന്ന പ്ലാന്റ് ആണ്. നല്ല പ്യുവർ വൈറ്റ് പ്ലാന്റ് ആണ് ഇത്. ഫ്ലവറാണ് ഇതിന് വരുന്നത്. ഈ ഒരു സൈസുള്ള പൂന വൈറ്റ് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 170 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി മറ്റൊരു വെറൈറ്റിയാണ് ഹവായൻ വയലറ്റ്. നമ്മൾ ആദ്യം കണ്ടിരുന്നു. ഇനിയിപ്പോൾ ഹവായൻ വയലറ്റിൻ്റെ ലൈറ്റ് കളർ കേട്ടോ. ഇതാണ് ലൈറ്റ് കളർ ഹവായൻ വയലറ്റ് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി കുറച്ചുകൂടി റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ്. ചെറിയ പ്ലാന്റ് ആണ്, ഇപ്പോൾ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഹവായ് വെൽറ്റിന് റേറ്റ് വരുന്നത് കണ്ടോ. ഈ ഒരു ഹവായ് വെൽറ്റിന് റേറ്റ് വരുന്നത് 350 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ. ഒരു വെറൈറ്റി വരുന്നത് മൊണാലിസ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. റെഡ് എന്ന് പറഞ്ഞാൽ റെഡ് ഫ്ലവർ അല്ല, നല്ലൊരു കട്ട മജന്ത ഫ്ലവറാണ് വരുന്നത്. ഫ്ലവറൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് ആദ്യമേ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള മൊണാലിസയാണ് വരുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് 200 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. റേറ്റ് വരുന്നത് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. സിംഗപ്പൂർ പിങ്കിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവർ തന്നെയാണ്. ഫുൾ ഫ്ലവറോടുകൂടി വന്നിരുന്ന പ്ലാന്റ്സ് ആണ്. നല്ല ഹെവി പുഷാണ് കേട്ടോ. ഇന്നത്തെ സിംഗപ്പൂർ പിങ്കിന് സ്പെഷ്യൽ പ്രൈസ് വരുന്നത് 380 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത്. പ്ലാന്റ് വളരെ സ്റ്റോക്ക് കുറവാണ്. എനിക്ക് തോന്നുന്നു 7-8 പ്ലാന്റ്സും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. വെറൈറ്റി വരുന്നത് ബ്രീസ റെഡിൻ്റെ പ്ലാന്റ്സ് ആണ്. ബ്രീസ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ്. ഫുൾ ഫ്ലവറോടുകൂടി വന്ന പ്ലാന്റ്സ് ആണ്. ബ്രീസ റെഡ് പ്ലാന്റ്സിന് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ്സ് തന്നെയാണ്. 1900 ആണ് ബ്രീസ റെഡിന് റേറ്റ് വരുന്നത് കേട്ടോ. 1900 രൂപയാണ് റേറ്റ് വരുന്നത്. ബ്രീസ പീച്ചിൻ്റെ പ്ലാന്റ്സ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിരുന്നു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്റ്റോക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആയിക്കുവാണ് കേട്ടോ. സുവർണ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ. സുവർണയുടെ 2 പ്ലാന്റ് മാത്രം നമുക്ക് അവൈലബിൾ ആണ്. 720 ആണ് സുവർണയുടെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ. പ്ലാന്റ് 2 മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാന്റ്സുകൾ വേണ്ടവർ വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, വാട്സപ്പ് നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. പഴയ നമ്മുടെ ഓൾഡ് വാട്സപ്പ് നമ്പറിലേക്ക് ഇപ്പോഴും ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ കാണിക്കുന്നത് തന്നെയാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ കേട്ടോ. അപ്പോൾ പ്ലാന്റ്സുകൾ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സോട് കൂടി ഇട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഓൺലൈൻ ഉണ്ടായെന്ന് വരില്ല.
എല്ലാവരുടെ മെസ്സേജ് നോക്കി പോകുന്നതാണ് കേട്ടോ. പ്ലാന്റ്സുകൾ ആവശ്യത്തിന് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള നമ്മുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിനി അടുത്ത ആഴ്ച ഒത്തിരി നല്ല വെറൈറ്റി പ്ലാന്റുകൾ എത്തുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.